ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു റേസ് ഏക്കാൻ. വിജയജാലകത്തിലെ എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീലക്ഷ്മി എന്നാണ്, കെമിസ്ട്രിയുടെ ഫാക്കൾട്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ബേസിക് സയൻസ് ആണ്. നിങ്ങളുടെ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും USS നേടുക എന്നുള്ളത് അല്ലേ? പല ആളുകൾക്കും കഴിഞ്ഞ തവണ LSS കിട്ടിയിട്ടുണ്ടാവും. LSS കിട്ടാത്ത പല ആളുകളും ഇത്തവണ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും USS നേടാവുന്നതേ ഉള്ളൂ. നല്ലൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഒരിക്കലും ഈ ചാൻസ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് കേട്ടോ. മാക്സിമം ഈച്ച് ആൻഡ് എവറി ക്ലാസ്സസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങളിൽ വിശ്വസിച്ച് നിങ്ങൾക്ക് എക്സാം നന്നായിട്ട് എഴുതാനും സാധിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ക്ലാസ് കാണുന്ന എല്ലാ മക്കൾക്കും USS നേടാൻ സാധിക്കട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കിടക്കാം അല്ലെ. ആദ്യത്തെ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻ ദ ഗിവൺ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ വിച്ച് സ്റ്റേറ്റ് ഓഫ് മാറ്റർ പൊസസ് ദ ലീസ്റ്റ് എനർജി? എന്താണ് ദ്രവ്യത്തിന്റെ നൽകിയിരിക്കുന്ന അവസ്ഥകളിൽ ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് ഏറ്റവും കുറവ് ഊർജ്ജമുള്ളതെന്നാണ് ചോദിച്ചത്. എനർജി ഏറ്റവും കുറവ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആർക്കാണെന്നാണ് അല്ലേ? ഏതൊക്കെയാണ് ഓപ്ഷൻസ്? സോളിഡ് ഖരമുണ്ട്, ലിക്വിഡ് ദ്രാവകമുണ്ട്, ഗ്യാസ് വാതകമുണ്ട്, പ്ലാസ്മയും നമുക്ക് തന്നിട്ടുണ്ട്. എനർജി കുറവാവണമെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ്? കണികകൾ തൊട്ടടുത്തടുത്തായിരിക്കണം അല്ലേ? അവർക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവരുത്, അല്ലെങ്കിൽ സ്പേസ് കുറവായിരിക്കണം. ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്പേസ് കുറവ് ഇതിലാണ് വരുന്നത്, നമ്മുടെ ഓപ്ഷൻ എയിലാണ് വരുന്നത്, സോളിഡ്സിലാണ് വരുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാലേ, ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് ഒന്നും കൂടി കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് തന്നതാണ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോളിഡ്സ് എന്ന് പറയുന്നത് കണികകൾ അടുത്തടുത്താണ് അല്ലേ? അവർക്ക് എന്താണ്, ജസ്റ്റ് പാർട്ടിക്കിൾസിന്റെ വൈബ്രേഷൻ മാത്രമേ ഉള്ളൂ. ലിക്വിഡ് ആയിട്ട് മാറുന്ന സമയത്ത് അവർക്ക് കുറച്ച് സ്പേസ് ഉള്ളതുകൊണ്ട് കുറച്ച് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. ഗ്യാസ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് സ്പേസ് ഉണ്ട് അല്ലേ? ഗ്യാസിലെ കണികൾ തമ്മിൽ അട്രാക്ഷൻ വളരെ കുറവായതുകൊണ്ട് അവർക്ക് നന്നായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് മൂവ്മെന്റും എനർജിയും കൂടുതൽ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് ഗ്യാസിനാണ്, വാതകത്തിനാണെന്ന് പറയാൻ സാധിക്കുന്നു. അതേപോലെ അട്രാക്ഷൻ ചോദിക്കാം കേട്ടോ, ഏത് വേണമെങ്കിലും ചോദിക്കാം. അട്രാക്ഷൻ ഏറ്റവും കുറവെന്ന് പറയുന്നത് വാതകത്തിനാണ്, ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ആർക്കാണ്? നമ്മുടെ ഖരത്തിനാണ്, അഥവാ സോളിഡ്സിനാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് പല രീതിയിലും ചോദിക്കാം. അത് മനസ്സിലാക്കി വെക്കുക. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ക്വസ്റ്റ്യൻ്റെ വലുപ്പം കണ്ടിട്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ 8ാം ക്ലാസ്സിലും അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ടോപ്പിക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പം പഠിക്കുന്ന ഈ ഒരു കാര്യം 8ാം ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് അർത്ഥം. അപ്പം നമുക്ക് അടുത്ത ചോദ്യം നോക്കാം കേട്ടോ. വിച്ച് സബ്സ്റ്റൻസ് ഇൻ എഗ്സ് ലിബറേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വെൻ റിയാക്ട്സ് വിത്ത് ആസിഡ്? മുട്ടത്തോട് ആസിഡുമായി പ്രവർത്തിച്ച കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നത് പദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡ് ഉണ്ട്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ട്, കാൽഷ്യം സൾഫേറ്റ് ഉണ്ട്, കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. മുട്ടത്തോട് മെയിൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് സബ്സ്റ്റൻസ് കൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇറ്റ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, എന്താണ് കാൽഷ്യം കാർബണേറ്റ് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് വാതകം ഉണ്ടാവുന്നു? അതിന്റെ ആൻസർ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്. വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും, എഗ് ഷെല്ല് ആസിഡുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്ത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇവിടെ ചോദ്യം ജസ്റ്റ് ഒന്ന് തിരിച്ചു തന്നതാണ് അല്ലേ? എന്താണ്? എഗ് ഷെല്ലിന്റെ അകത്ത് നമ്മൾ ആസിഡ് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യണമെങ്കിൽ ആ എഗ് ഷെൽ അല്ലെങ്കിൽ ആ മുട്ടത്തോടിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന മെയിൻ കമ്പോണന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇറ്റ് ഈസ് കാൽഷ്യം കാർബണേറ്റ് ആണ്. കൺസെപ്റ്റ് മനസ്സിലായോ? പല രീതിയിൽ ചോദ്യം ചോദിക്കാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്കാണ്. വിച്ച് ആസിഡ് എൻറ്റേഴ്സ് ദ ബോഡി ഡ്യൂറിങ് ആന്റിബയോട്ടിക്? ഉറുമ്പ് കടിക്കുന്ന സമയത്ത് നമുക്കൊരു ചൊറിച്ചിലും നീറ്റിലൊക്കെ അനുഭവപ്പെടാറുണ്ട് അല്ലേ? ആ ഉറുമ്പ് കടിക്കുന്ന സമയത്ത് ഉറുമ്പിന്റെ ശരീരത്തിൽ നിന്ന് ചെറിയ എമൗണ്ട് ഓഫ് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. അത് ഏത് ആസിഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ടാനിക് ആസിഡ്, ഫോമിക് ആസിഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇറ്റ് ഇസ് ഫോമിക് ആസിഡ്. ഒരു പോയിന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം നിങ്ങൾ എല്ലാവരും ഭയങ്കര ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലേ? ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണ്. കാരണം നല്ല മക്കളായതുകൊണ്ടാണല്ലോ നിങ്ങൾ USS എക്സാം എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഫോമിക് ആസിഡിന്റെ വേറൊരു പേരിലും കൂടി പറയാറുണ്ട്. ഇറ്റ് ഇസ് നോൺ ആസ് മെത്തനോയിക് ആസിഡ്. എന്താണ്? ഫോമിക് ആസിഡ് എന്നുള്ളതും മെത്തനോയിക് ആസിഡ് എന്നുള്ളതും ഒരേ ആളുകളാണ്. ഇപ്പൊ ടീച്ചറിന്റെ പേര് ടീച്ചർ പറഞ്ഞു, ശ്രീലക്ഷ്മി മിസ് എന്നാണ് പല മക്കളും വിളിക്കാറുള്ളത്.
എന്നാൽ ചില മക്കൾ ടീച്ചറിനെ അമ്മൂമ്മസ് എന്നും വിളിക്കാറുണ്ട്. ഈ രണ്ടുപേരും ടീച്ചറിന്റെ ആണല്ലോ. അതേപോലെ തന്നെയാണ് ഫോമിക് ആസിഡിന്റെ വേറൊരു പേരാണ് മെത്തനോയിക് ആസിഡ് എന്നുള്ളത്. സോ എക്സാം എഴുതുന്ന സമയത്ത് ഓപ്ഷൻസിൽ മെത്തനോയിക് ആസിഡ് ആണ് കാണുന്നതെങ്കിൽ ഉറുമ്പിന്റെ ശരീരത്തിൽ, അതുപോലെ തന്നെ നമ്മുടെ തേനീച്ചന്റെ ശരീരത്തിൽ, കടന്നലിന്റെ ശരീരത്തിലൊക്കെ എന്തുണ്ട്? മെത്തനോയിക് ആസിഡ് അഥവാ ഫോമിക് ആസിഡ് എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. ഹു ഇസ് നോൺ ആസ് എ കിങ് ഓഫ് ആസിഡ്സ്? എന്താണ്? ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ചോദ്യമാണ്. കിങ് ഓഫ് കെമിക്കൽസ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. രാസവസ്തുക്കളുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനും ഇതിനും ഒരേ ആൻസർ തന്നെയാണ് വരുന്നത്. ആരായിരിക്കും? അസറ്റിക് ആസിഡ് ആണോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണോ, സൾഫ്യൂരിക് ആസിഡ് ആണോ, നൈട്രിക് ആസിഡ് ആണോ? കിങ് ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആണ് കിങ് ഓഫ് ആസിഡ്സ് അഥവാ കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഡയറക്റ്റ് നമുക്ക് വൺ വേർഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ചോദ്യം പറയുന്നത് വിച്ച് ഇസ് എ ഗ്യാസ് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് മെറ്റൽസ്? നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? കാർബണേറ്റുകളും ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാവുന്നത് കണ്ടു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആസിഡുകളും ലോഹങ്ങളും തമ്മിലുള്ള പ്രവർത്തനം മൂലം ഉണ്ടാകുന്ന വാതകം ഏതാണ്? ആസിഡും മെറ്റലുമാണ്. ആസിഡും മെറ്റലും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഗ്യാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? ഈ തന്നിരിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ആണ്, ഓക്സിജൻ ഗ്യാസ് ആണ്, നൈട്രജനും ഗ്യാസ് ആണ്, ഹൈഡ്രജനും ഗ്യാസ് ആണ്. എന്നാൽ മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഹൈഡ്രജൻ ഗ്യാസ് തന്നെയാണ്. അതിൽ ഒരു കൺഫ്യൂഷനും വേണ്ട. പഠിച്ച് നോട്ട് ചെയ്ത് വെച്ചോളൂ. എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഓൾസോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആസിഡ് അതുപോലെ തന്നെ ലോഹം അഥവാ മെറ്റൽ റിയാക്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന ലിബറേറ്റ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇനി അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ഓഡ് വൺ. വിചിത്രമായത് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഫിനോഫ്തലിൻ, ടർമറിക്, ഹിബിസ്കസ് ആൻഡ് ക്ലിറ്റോറിയ. ഇതിൽ ഏതായിരിക്കും ഓഡ് വൺ ഔട്ട്? ഫിനോഫ്തലും ടെർമറിക്കും ഹിബിസ്കസും നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പൊ ചില ആളുകൾ വിചാരിക്കും ക്ലിറ്റോറിയ എന്ന് പറയുന്നത് ആയിരിക്കും കേൾക്കാത്തൊരു സാധനം, അതായിരിക്കും ഓഡ് വൺ ഔട്ട്. അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ ആലോചിക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഏതാണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻഡിക്കേറ്റേഴ്സും അഥവാ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് അല്ലേ? എന്താണ്? പ്രകൃതിദത്ത ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഇവിടെ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഫിനോഫ്തൽ ആണ്. കാരണം എന്താണ്? ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ്. ബാക്കി ഓപ്ഷൻ ബി സി ഡിയും എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. പല ആളുകളും മാറി നമ്മുടെ ഓപ്ഷൻ ഡി മാർക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ആലോചിക്കുക, ഈ തന്നിരിക്കുന്നതിൽ ടെർമറിക്, ഹിബിസ്കസ്, ക്ലിറ്റോറിയ ഇവര് മൂന്ന് പേരും നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, പ്രകൃതിദത്ത ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഓപ്ഷൻ എ ഓഡ് വൺ ഔട്ട് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. വാട്ട് ഇസ് ദ pH വാല്യൂ ഓഫ് ഹ്യൂമൻ ബ്ലഡ്? എന്താണ്? മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. 6.6, 8.5, 10, 7.3. ഈ pH എന്ന് പറയുന്ന ടോപ്പിക് ഇറ്റ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ഇൻട്രസ്റ്റിംഗ് മാത്രമല്ല ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. നമ്മുടെ ലൈവ് ക്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടോപ്പിക്സ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഞാൻ കൂടെ ഉണ്ടാവും. ബേസിക് സയൻസിലുള്ള കാര്യങ്ങളെല്ലാം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. ടെൻഷൻ അടിക്കാതെ നമുക്ക് എക്സാം നന്നായിട്ട് എഴുതാം. ഇനി ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതിന്റെ ആൻസർ എത്രയാണ് വരുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി 7.3 ആണ്. ഒരു ആവറേജ് pH വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ 7.3 ആണ് വരുന്നത്. സ്ലൈറ്റ്ലി ആൽക്കലൈൻ എന്നാണ് നമ്മൾ പറയാറ്. ബ്ലഡ് എന്താണ്? ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ആൽക്കലൈൻ. പഠിച്ചു വെച്ചോളൂ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്കാണ്. Name the acid produced by bacteria that destroys enamel. Enamel നശിപ്പിക്കുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിക്കുന്ന ആസിഡിന്റെ പേര് ഏതാണ്? നശിപ്പിക്കണം. ആ ഇനാമൽ നശിപ്പിക്കുന്ന ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം നമ്മുടെ ഹോൾ ബോഡിയിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പറയുന്നത് ഈ പല്ലിന്റെ മുകളിലുള്ള കോട്ടിംഗ് ആണല്ലേ? അതിനെയാണ് ഇനാമൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് കാൽഷ്യം ഫോസ്ഫേറ്റ്. അപ്പൊ നമുക്ക് ഒരു പോയിന്റും കൂടി അവിടെ കിട്ടി. ഇനാമൽ നിർമ്മിച്ചിരിക്കുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, മാലിക് ആസിഡ് ഉണ്ട്, ലാക്ടിക് ആസിഡ് ഉണ്ട്, സിട്രിക് ആസിഡ് ഉണ്ട്, അസറ്റിക് ആസിഡും ഉണ്ട്. ഇതിൽ ഏത് ആസിഡ് ആയിരിക്കാം എന്ന് പറയാൻ പറ്റുമോ? ഈ ആസിഡിന്റെ പേരൊക്കെ നിങ്ങൾ പല ഫ്രൂട്ട്സിലും പല സബ്സ്റ്റൻസിലും നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇനാമലിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആസിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലാക്ടിക് ആസിഡ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. Now let's move to the next question. Stainless steel does not rust. The main reason for this it contains. എന്താണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ തുരുമ്പ് പിടിക്കാറില്ല. അതിന്റെ റീസൺ എന്താണ്? അത് തുരുമ്പ് പിടിക്കാത്ത കാരണം എന്താണ്? അതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ഏത് സബ്സ്റ്റൻസ് കാരണമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആണ് അയേൺ ഉണ്ട്, ക്രോമിയം ഉണ്ട്, സിൽവർ ഉണ്ട്, അലൂമിനിയം ഉണ്ട്. കറക്റ്റ് ആൻസർ ഏതായിരിക്കും? യെസ്, ഇറ്റ് ഈസ്
ക്രോമിയം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. കാരണം ക്രോമിയം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ത് ചെയ്യാത്തത്, തുരുമ്പ് പിടിക്കാത്തത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഡേ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നാലോ? When is the World Ozone Day? ലോക ഓസോൺ ദിനം എന്നാണ്? പറയാൻ പറ്റുമോ? മാർച്ച് 22 ആണോ, സെപ്റ്റംബർ 16 ആണോ, ജൂൺ 5 ആണോ, നവംബർ 14 ആണോ വരുന്നത്? ഇതേപോലെ നമ്മുടെ ഡേ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അത് സോഷ്യൽ സയൻസിലും ആവാം, അതുപോലെ തന്നെ നമ്മുടെ ബേസിക് സയൻസിലും ആവാം. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സെപ്റ്റംബർ 16 തീയതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേൾഡ് ഓസോൺ ഡേ എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 കൺസെപ്റ്റുകളെല്ലാം, ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി സംശയമുള്ള പല ഏരിയാസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ആ ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ. അതേപോലെ തന്നെ പുതിയതായിട്ടാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾ ഓർക്കുക, ഏഗൻ റേസ് നിങ്ങളുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം നേടിയെടുക്കാൻ ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിപ്പോൾ USS ആവട്ടെ, നെക്സ്റ്റ് ഇയറിലെ NMMS ആവട്ടെ, ഇനി 8, 9, 10 ക്ലാസ്സുകളാവട്ടെ, ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് തന്നോട്ടെ, ഒരു കുഞ്ഞു ഹോംവർക്ക്. 2 ദിവസങ്ങൾ ഞാൻ പറയാണ്, 2 പ്രത്യേക ദിവസങ്ങൾ ഞാൻ പറയാണ്. അതിന്റെ ഡേറ്റ് എന്നാണെന്ന് കണ്ടുപിടിച്ചിട്ട് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലാസിന്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയാണല്ലോ നമുക്ക് നിങ്ങൾ എത്രത്തോളം നമുക്ക് ഇംപ്രൂവ് ചെയ്യണം, എത്രത്തോളം ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇസ് ദ വേൾഡ് വാട്ടർ ഡേ? ലോക ജലദിനം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 8, മാർച്ച് 22, സെപ്റ്റംബർ 19, ഓഗസ്റ്റ് 15. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി തരികയാണെ. എന്താണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഇസ് ദ വേൾഡ് ഓഷ്യൻ ഡേ? ലോക സമുദ്ര ദിനം എന്നാണ്. ജൂൺ 8, മാർച്ച് 22, സെപ്റ്റംബർ 19, ഓഗസ്റ്റ് 15. നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേൾഡ് ഓഷ്യൻ ഡേ എന്നും അതേപോലെ തന്നെ വേൾഡ് വാട്ടർ ഡേ എന്നും ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. കാരണം ഏത് ഡേറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയണമല്ലോ. നിങ്ങളുടെ കമന്റ്സ് എന്തായാലും ടീച്ചർ ചെക്ക് ചെയ്യുന്നതാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകൾ കാണാം. ബൈ ഫ്രം ശ്രീലക്ഷ്മി.